ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനത്തെ അറിയിക്കുന്നു. സൂമിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വന്ദനത്തെ അറിയിക്കുന്നു. ഡാളസ് എന്ന് പ്രിയാങ്കളോ ആൻറ്റി ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ. ആൻറ്റി ഓർത്ത് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. പൂർണ്ണമായ സൗഖ്യം കർത്താവ് കൽപ്പിക്കട്ടെ. ഇന്ന് രാത്രിയിൽ നമുക്ക് തെസ്സലോനിക്ക ലേഖനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ഫസ്റ്റ് തെസ്സലോനിയൻസ് ചാപ്റ്റർ 1. തെസ്സലോനിക്കർക്കുള്ള 1-ാം ലേഖനം. അതിൻ്റെ 4 വാക്യങ്ങളാണ് നമ്മൾ ധ്യാനിച്ചത്. 4-ാമത്തെ വാക്യം, ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ അറിയുന്നുവല്ലോ. ഞാൻ പറഞ്ഞു, മലയാളത്തിൽ തിരഞ്ഞെടുപ്പിനെ അറിയുന്നുവല്ലോ എന്ന് പറയുമ്പോൾ അവർക്കറിയാം എന്നുള്ളതിനെ എന്ന അർത്ഥമാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നതെങ്കിലും അതിൻ്റെ ഒറിജിനൽ പൗലോസ് അവരുടെ തിരഞ്ഞെടുപ്പിനെ അറിയുന്നു എന്ന നിലയിലാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ അവരുടെ ജീവിതത്തിലൂടെ അവരത് വെളിപ്പെടുത്തി. ആ തെളിവുകളാണ് 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിലും താഴോട്ടുള്ള വാക്യങ്ങൾ, അതായത് 10 വരെയുള്ള വാക്യങ്ങളിൽ വിവിധ നിലകളിൽ അവരത് വെളിപ്പെടുത്തുന്നതിനെ സംബന്ധിച്ചാണ് അപ്പോസ്തലനോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോസ്തലനും സിൽവാനോസും തിമത്തിയോസും 17-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തിയിൽ നമുക്കറിയാം, അവിടെ ചെല്ലുകയും അനേകർ ദൈവഭാഗത്തേക്ക് കടന്നു വന്ന് സത്യസുവിശേഷത്തിൻ്റെ പ്രഖ്യാപനത്തിലൂടെ നിത്യതയ്ക്കായി ദൈവം അനാദിയിൽ കണ്ടിട്ടുള്ളവർ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്താൽ അവർ ഹൃദയങ്ങൾ തുറക്കപ്പെടുകയും അനേകർ കർത്താവിൻ്റെ രക്ഷ കരഗതമാക്കുകയും ചെയ്തു. എന്നാൽ അധികം താമസിയാതെ തന്നെ ഞാൻ മുമ്പേ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞതുപോലെ ദൈവസഭയ്ക്കെതിരെയുള്ള പീഡനം അവിടെ വർദ്ധിക്കുകയും അല്ലെങ്കിൽ തുടങ്ങുകയും ഈ അപ്പോസ്തലന്മാരെ അവിടുന്ന് ഓടിക്കുകയും ചെയ്തു. എന്നാൽ പിൽക്കാലത്ത് തിമത്തിയോസ് തെസ്സലോനിക്കരുടെ ഈ സഭയെ സംബന്ധിച്ച് ഈ സന്തോഷ വാർത്തകൾ പൗലോസിനെ അറിയിച്ചപ്പോൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പൗലോസ് എഴുതിയ ഒരു ലേഖനമാണ് തെസ്സലോനിക്കർക്കുള്ള ലേഖനം. ഇവിടെ പൗലോസ് പറയുന്നത്, നിങ്ങളെ ദൈവം തിരഞ്ഞെടുത്തു എന്ന് എനിക്കറിയാം. യു ആർ ദ ചോസൺ ഓഫ് ഗാഡ്, യു ആർ ദ ഇലക്റ്റ് ഓഫ് ഗാഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ ദൈവം തിരഞ്ഞെടുത്തു. അത് വളരെ അർത്ഥവത്താണ്. ഒരു ദൈവദാസനെ സംബന്ധിച്ചിടത്തോളം ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞതാണ്, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വസ്തുതയാണ്. ആ ദൈവദാസൻ്റെ മുമ്പിൽ ഇരിക്കുന്നവർ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ മുമ്പിൽ ഇരിക്കുന്നവർ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിന് കീഴിലുള്ളവരാണ്. ബിലീവേഴ്സ് ആർ ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ എനി എർത്തലി സ്റ്റാറ്റസ്, ഫാമിലി, ട്രൈബ്, ലാംഗ്വേജ്, ഫൈനാൻസ്, പൊസിഷൻസ്, ടൈറ്റിൽസ്, ഇതൊന്നും വിഷയമല്ല. അവർ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിന് കീഴിലുള്ളവരാണെന്നുള്ള തിരിച്ചറിവ് നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. പ്രത്യേകിച്ചും ദൈവവചനവുമായി നിൽക്കുന്നവർക്കുണ്ടാകണം. ഇവിടെ അടുത്ത പദം കൊടുത്തിരിക്കുന്നത് ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട സഹോദരന്മാരെ. ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട സഹോദരന്മാരെ. ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട സഹോദരന്മാരെ. ഈ സഹോദരന്മാരെ എന്നുള്ള പദം ഈ 2 ലേഖനങ്ങളിൽ 21 പ്രാവശ്യത്തോളം അപ്പോസ്തലൻ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാവരും സഹോദരങ്ങളാണെന്നുള്ള ബോധ്യം നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. ഒരു പക്ഷെങ്കിൽ ദൈവദാസന്മാരെന്ന് നമ്മൾ പറയുന്നവർ, ഞാൻ ഉൾപ്പെടെയുള്ളവർ, ശുശ്രൂഷ കൊണ്ട് വ്യത്യസ്തരാണെങ്കിലും ദൈവസന്നിധിയിൽ തുല്യരാണ്. ശുശ്രൂഷ കൊണ്ടുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ നീതീകരണത്തിൽ എല്ലാവരും തുല്യരാണ്. ഒരു ശ്രേണി വ്യത്യാസം ദൈവത്തിനില്ല. എന്നാൽ ദൈവവചനം
വിഭാഗിച്ചു തരുന്നവരാകിയാൽ വചനത്തിൽ തന്നെ അതിന് ആജ്ഞയുണ്ട്. അവർ അധികം റെസ്പെക്റ്റിന് യോഗ്യരാണ്, ബഹുമാനത്തിന് യോഗ്യരാണ്. എന്നാൽ ശുശ്രൂഷയിലുള്ള വ്യത്യാസം ഒഴിച്ച് ദൈവസന്നിധിയിൽ എല്ലാവരും തുല്യരാണ്. എല്ലാവരെയും ചേർത്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അവർ സഹോദരങ്ങളാണെന്ന്. അപ്പോൾ ആ ഒരു ബോധ്യം എനിക്കുണ്ടാകണം, നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. ഈ 2 ലേഖനങ്ങൾ 21ഓളം പ്രാവശ്യം പൗലോസ് അവിടെയുള്ള ദൈവമക്കളെ അഭിസംബോധന ചെയ്തത് സഹോദരങ്ങൾ എന്ന നിലയിലാണ്. മാത്രമല്ല, ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട എന്നുള്ള ആ പദം കണ്ടല്ലോ. ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട, യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ട ദൈവമക്കളെല്ലാവരും ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവരാണ്. അതിനകത്തും ഒരു ശ്രേണി വ്യത്യാസമില്ല. മുന്നിലിരിക്കുന്നവരെ കൂടുതൽ സ്നേഹിക്കുന്നു, പുറകിലിരിക്കുന്നവരെ കുറച്ച് സ്നേഹിക്കുന്നു, അങ്ങനെയൊന്നും ദൈവത്തിനില്ല. പണമുള്ളവരെ കൂടുതൽ സ്നേഹിക്കുന്നു, പണമില്ലാത്തവരെ അങ്ങനെയില്ല. നിറവ്യത്യാസമില്ല. പഴയകാല ട്രൈബിൻ്റെ വ്യത്യാസമില്ല, ഏതെങ്കിലും ട്രൈബ് ആണെങ്കിൽ. മതത്തിൻ്റെ വ്യത്യാസമില്ല, ഭാഷാ വ്യത്യാസമില്ല. ഗലാത്യ ലേഖനത്തിൽ അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഗലാത്യ ലേഖനം അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 28 അതിൽ യഹൂദനും യവനനെന്നും എന്ന് വായിക്കാമോ? അത്ര ക്ലിയർ അല്ലേ? നിങ്ങൾ എല്ലാവരും ക്രിസ്തയേശുവിൽ ഒന്നത്രേ. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു അവസ്ഥയിലേക്കാണ് ദൈവം നമ്മെ കൂട്ടിക്കൊണ്ടുവന്നത്. മറ്റെല്ലാ മതങ്ങളും നോക്കിക്കോ, വ്യത്യാസങ്ങളുണ്ട്. എന്നാൽ യഥാർത്ഥത്തിലുള്ള ക്രിസ്തീയ മാർഗത്തിൽ മാത്രമേ ഈ അനുഭവമുള്ളൂ. 26-ാമത്തെ വാക്യത്തിൽ ക്രിസ്തയേശുവിലെ വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. കണ്ടോ? എല്ലാവരും ദൈവത്തിൻ്റെ മക്കൾ, എല്ലാവരും ഒന്ന്. തെസ്സലോനിക്ക ലേഖനത്തിൽ പറയുന്നു എല്ലാവരും സഹോദരങ്ങളാണ്. ഇത് പ്രായോഗികമായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. അതല്ലാതെ ഇങ്ങനെ ആണെങ്കിൽ സഹോദരന്മാരാണെ നല്ലതായിരുന്നു എന്നല്ല. ഇത് പ്രായോഗികമാണ്. മക്കളാണെങ്കിൽ സഹോദരങ്ങളാണല്ലോ. ഒരപ്പൻ്റെ മക്കളാണെങ്കിൽ സഹോദരങ്ങളാണ്. നീ ഒരപ്പൻ്റെ മക്കളാണെന്ന് പറയുമ്പോൾ എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ അതിൻ്റെ ക്വാളിഫിക്കേഷൻസ് പറയുന്നുണ്ട്. ആരാണ് യഥാർത്ഥത്തിൽ സഹോദരങ്ങൾ? യേശുവേ യേശുവേ എന്ന് വിളിക്കുന്ന എല്ലാവരുമാണോ? 4 മുതലുള്ള വാക്യം. അപ്പോൾ അവർ സഹോദരങ്ങളെന്ന് പറയുന്നവർ ഏക പ്രത്യാശയുള്ളവരായിരിക്കും. ശരീരം ഒന്ന്, ആത്മാവൊന്ന്, കർത്താവ് ഒന്ന്, വിശ്വാസമൊന്ന്, സ്നാനമൊന്ന്, പിതാവും ഒന്ന്. ഈ ഒരുമയാണ് മക്കളെന്ന പദവി. അതുപോലെ തന്നെ വ്യത്യാസമില്ലാത്ത അവസ്ഥ, സഹോദരങ്ങളെന്ന പദവി, ഇതെല്ലാം കാട്ടുന്ന ഈ ഒരുമയാണ്. എന്താണ് അവിടെ പറയുന്നത്? പ്രത്യാശയൊന്ന്, ശരീരമൊന്ന്, ആത്മാവൊന്ന്, സ്നാനമൊന്ന്, കർത്താവൊന്ന്, പിതാവൊന്ന്, വിശ്വാസമൊന്ന്, പിതാവൊന്ന്. യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ പരിശുദ്ധനായ പിതാവിൻ്റെ, ദൈവത്തിൻ്റെ സ്നേഹഭാജനങ്ങളാണ്. ദേ ആർ ട്രൂ റെസിപ്പിയൻസ് ഓഫ് ഹോളി ഗാഡ്. ട്രൂ റെസിപ്പിയൻസ് ഓഫ് ലവ് ഓഫ് ഹോളി ഗാഡ്. ദൈവത്തിൻ്റെ ഈ സ്നേഹത്തിൻ്റെ പാത്രങ്ങളാണവർ. സ്തോത്രം. ഇവിടെ മറ്റൊരു കാര്യം, സ്നേഹിക്കപ്പെട്ട സഹോദരന്മാരെ എന്ന പ്രയോഗം. ഇവിടെ എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന അതേ പദമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്.
5:1 എന്താ എഴുതിയിരിക്കുന്നത്? ആകയാൽ പ്രിയ മക്കൾ, ബിലവഡ് എന്നാണ് അവ കൊടുത്തേക്കുന്നത്. ഇവിടെയും അതേ പദമാണ് കൊടുത്തേക്കുന്നത്. നോയിങ് ബ്രദറൻ ബിലവഡ് ബൈ ഗാഡ്. അപ്പോൾ എല്ലാവരും പ്രിയരാണ്, എല്ലാവരും സ്നേഹിക്കപ്പെട്ടവരാണ്, എല്ലാവരും സഹോദരങ്ങളാണ്, എല്ലാവരും ക്രിസ്തുവിൽ ഒന്നാണ്. പിന്നെ ഒന്ന് എന്ന് എഫെസ്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യമുണ്ടല്ലോ. പ്രത്യാശ ഒന്ന്, സ്നേഹം ഒന്ന്, വിശ്വാസം ഒന്ന്, കർത്താവ് ഒന്ന്, സ്നാനം ഒന്ന്, ആത്മാവ് ഒന്ന്, പിതാവ് ഒന്ന്. ഒരു വ്യത്യാസവുമില്ല. പിന്നെ എങ്ങനെയാണ് വ്യത്യാസം വരുന്നത്? അത് മനുഷ്യർ ഉണ്ടാക്കുന്ന വ്യത്യാസം. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു ശ്രേണി വ്യത്യാസവും ഇല്ല. ഞാൻ പറഞ്ഞതുപോലെ ശുശ്രൂഷയിലുള്ള വ്യത്യാസമുണ്ട്. അത് ദൈവം തൻ്റെ ഹിതത്തിൽ ചെയ്യുന്നത്, ആരും ആഗ്രഹിച്ചതുകൊണ്ട് ലഭിക്കുന്നതല്ല ശുശ്രൂഷ. ദൈവസഭയുടെ ആത്മീയ വർധനവിനും ക്രിസ്തു എന്ന തലയോളം അവർ വളരേണ്ടതിനും ദൈവം ദാനമായി തൻ്റെ പുത്രനിലൂടെ കൊടുത്തതാണ് 5 വിധത്തിലുള്ള ശുശ്രൂഷകൾ. അതൊരു ടൈറ്റിലല്ല. അവിടെ തന്നെ കാണാമല്ലോ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം. ശുശ്രൂഷ എന്ന് പറയുന്നതിൻ്റെ ഒരു ഇലസ്ട്രേഷൻ കാണണമെങ്കിൽ കർത്താവ് വ്യാഴാഴ്ച ചെയ്തത് ഓർത്താൽ മതി. എന്താ? അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് തോർത്തരയ്ക്ക് ചുറ്റി ശിഷ്യന്മാരുടെ കാല്, അതാ ശുശ്രൂഷിക്കുക എന്ന് പറഞ്ഞാൽ മിനിസ്ട്രി. അപ്പോൾ ഇവിടെ ദൈവദാസന്മാർ, ഞാൻ എൻ്റെ അനുഭവം പറയാം, ഐ ആം മിനിസ്റ്ററിങ് ടു യു. ഞാൻ നിങ്ങളെ എന്ത് ചെയ്യാണ്? ശുശ്രൂഷിക്കുക, ദൈവവചനത്താൽ ശുശ്രൂഷിക്കുക. സോ ട്രൂ ക്രിസ്ത്യൻസ് ആർ റെസിപ്പിയൻസ് ഓഫ് ഗാഡ്സ് സോവറിൻ ലവ്. അപ്പോൾ അവരുടെ ഇലക്ഷനെ കുറിച്ച് പൗലോസിനറിയാം. അവരെ ദൈവം തിരഞ്ഞെടുത്തതാണ്. അവരെ വിളിക്കുന്നത് അവർ സഹോദരങ്ങളാണ്. മാത്രമല്ല അവർ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പാത്രങ്ങളാണ്. ഒന്നുകൂടെ ഒരു റീക്യാപ്പ്. എങ്ങനെയാണ് ദൈവം നമ്മെ തിരഞ്ഞെടുത്തത്? എങ്ങനെയാണ് നമ്മൾ രക്ഷിക്കപ്പെടാനിടയായത്? ദൈവത്തിൻ്റെ പരമാധികാരം എന്നുള്ള വിഷയം സംസാരിച്ചപ്പോൾ ദൈവത്തിൻ്റെ പരമാധികാരവും രക്ഷയും എന്നുള്ള വിഷയം വിശദമാക്കിയപ്പോൾ ഞാൻ പറഞ്ഞതാണ്. എവിടെയാണ് നമ്മുടെ രക്ഷയുടെ ആ പ്രോസസ്സ് തുടങ്ങിയത്? അനാദിയിൽ ദൈവം മാത്രം ഉണ്ടായിരുന്ന ആ സമയത്ത് വേറെ ഒരു സൃഷ്ടിയും ഉണ്ടായിരുന്നില്ല. ദൈവം മാത്രം തൻ്റെ പൂർണ്ണതയിൽ വിരാജിച്ചരുളുന്ന സമയത്ത് അവൻ്റെ ഹൃദയത്തിൽ ഞാനും നിങ്ങളും ഉണ്ടായിരുന്നു. ഇത് നമുക്ക് മനസ്സിന് കോംപ്രിഹെൻഡ് ചെയ്യാൻ കഴിയുന്നൊരു കാര്യമല്ല. നാം ജനിച്ച ശേഷം, നമ്മെ കണ്ട ശേഷം, നമ്മുടെ മിടുക്ക് കണ്ട ശേഷം, നമ്മുടെ പ്രവർത്തനം കണ്ട ശേഷം, നോ. ദൈവം അനാദിയിൽ തൻ്റെ പുത്രനിലൂടെ നമ്മെ തെരഞ്ഞെടുത്തത് ഓർത്ത് കർത്താവിനെ ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ. അപ്പോൾ തെരഞ്ഞെടുത്തു, മുന്നറിഞ്ഞു, മുൻ നിയമിച്ചു. എന്തിനു വേണ്ടിയാണ് നിയമിച്ച്? റോമർ 8:29 അവിടുത്തെ പുത്രൻ്റെ സ്വരൂപത്തോടെ അനുരൂപരാകാൻ മുൻ നിയമിച്ചു. അപ്പോൾ ഫോർ നോളജ് ഉണ്ട്, പ്രീ ഡെസ്റ്റിനേഷൻ ഉണ്ട്, ഇലക്ഷൻ ഉണ്ട്. ഇതെല്ലാം നടന്നത് എവിടെയെന്നറിയാമോ? കാലത്തിന് മുമ്പേ, സകലകാലത്തിന് മുമ്പേ നമുക്ക് നൽകിയതാണ്. അതെവിടെ കാണുന്നത്? തിമോത്തിയോസിൻ്റെ 1-ാം ലേഖനം, 2-ാം ലേഖനം, അതിൻ്റെ 1-ാം അധ്യായം 9-ാം വാക്യം. അവൻ നമ്മെ രക്ഷിക്കുകയും നമ്മുടെ പ്രവൃത്തികൾ കാരണമല്ല. അത് ആദ്യമേ അങ്ങ് റൂൾ ഔട്ട് ചെയ്തു. പ്രവൃത്തി കാരണമല്ല. അപ്പോൾ അവൻ നമ്മെ രക്ഷിച്ചു, വിശുദ്ധ വിളി കൊണ്ട് വിളിച്ചു. അത് പ്രവൃത്തി കാരണമല്ല, സകല കാലത്തിനു മുമ്പേ ക്രിസ്തയേശു നമുക്ക് നൽകിയതാണ്. യോഗ്യത എന്താ? ഒന്നുമില്ല. അത് പെട്ടെന്ന് പറയേണ്ടതല്ലേ. ഒരു യോഗ്യതയില്ല, ഒരു ക്വാളിഫിക്കേഷനുമില്ല. അതിനാണ് എന്തെന്ന് പറയുന്നേ? കൃപ. കൃപ, ഗ്രേസ്, അൺമെറിറ്റഡ് ഗിഫ്റ്റ് ഓഫ് ഗാഡ്.
യോഗ്യതയില്ലാത്തടത്ത് ദൈവത്തിൻ്റെ പ്രസാദം ദൈവം ചൊരിയുന്നതിനെയാണ് ഗ്രേസ് എന്ന് പറയുന്നത്. യോഗ്യതയില്ലാത്തടത്ത് ദൈവത്തിൻ്റെ പ്രസാദം, ഫേവർ ദൈവം ചൊരിയുന്നതിനെ ഗ്രേസ് എന്ന് പറയും. അതിൻ്റെ പാത്രീഭൂതരാണ് നമ്മൾ. നാമില്ല, നമ്മുടെ മാതാപിതാക്കളില്ല, പ്രപഞ്ചമില്ല, ലോകമില്ല, സമയമെന്നൊന്നില്ല. അതവിടെ പറയുന്നത്, സമയത്തിന് മുമ്പേ കാലം എന്ന ആ വ്യവസ്ഥ ദൈവം മനുഷ്യന് വേണ്ടി സൃഷ്ടിച്ചതാണ്. ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ ആദ്യത്തെ സൃഷ്ടി എന്താ അറിയാമോ? ടൈമിലാണ് ഇതെല്ലാം സൃഷ്ടിച്ചത്. ടൈം. കാരണം അത് നോക്കിയോ, ഉൽപ്പത്തി പുസ്തകത്തിലുണ്ടല്ലോ, ആദിയിൽ. അത് ടൈമല്ലേ കാണിക്കുന്നേ. അപ്പോൾ അതല്ലേ ആദ്യം സൃഷ്ടിച്ച്. ടൈം ആദ്യം സൃഷ്ടിച്ച്. അത് മനുഷ്യന് വേണ്ടിയുള്ള വ്യവസ്ഥയാണ്. കാരണം അതിനു മുമ്പേ ടൈമില്ല. കാരണം ദൈവം നിത്യന്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അപ്പോൾ ഇതെല്ലാം അനാദിയിൽ നടന്നതാണ്, സമയത്തിന് മുമ്പ് നടന്നതാണ്. എന്നിട്ട് കാലത്തിൽ നമ്മൾ ജനിച്ചല്ലേ, നമ്മൾ ജനിച്ചു, സുവിശേഷം കേട്ടു. സുവിശേഷം കേൾക്കാനും മുഖാന്തരം ഒരുക്കിയത് കർത്താവ് തന്നെ കേട്ടോ. ഞാൻ പലപ്പോഴും പറയാറുണ്ടല്ലോ, ചിലർക്ക് സാക്ഷിമാർ പറഞ്ഞല്ലോ, ഞാൻ ഈ കൺവെൻഷന് പോകാനിരുന്നതല്ല, പക്ഷേ ഞാൻ പോയപ്പോൾ അതെല്ലാം മുഖാന്തരങ്ങൾ ദൈവം ഒരുക്കിയതാണ്. അപ്പം നമ്മൾക്ക് ഇതെല്ലാം യാദൃച്ഛികമാണ്, ഞാൻ തന്നെ ചെയ്തതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. പക്ഷെ ഇതിൻ്റെ എല്ലാം പിന്നിൽ ദൈവത്തിൻ്റെ ഒരു കരമുണ്ട്. അവസാനം നമ്മൾ ഈ സുവിശേഷം കേട്ടു അല്ലേ. കേട്ടപ്പോൾ എത്രയോ പ്രാവശ്യം അത് തള്ളിക്കളഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞു പോയില്ലേ. പിന്നീട് ഒരിക്കൽ നമ്മൾ സ്വീകരിപ്പാൻ തക്കണം മുഖാന്തരം ഒരുങ്ങി. അപ്പോൾ എന്താ നടന്നേ? അപ്പോൾ നടന്നതാണ് തിമോഥെയോസിനോട് പറഞ്ഞു. തിമോഥെയോസിനോടല്ലല്ലോ, നിക്കോദിമോസിനോട് പറഞ്ഞു, അൺലെസ് ആൻഡ് അണ്ടിൽ യു ആർ ബോൺ ഫ്രം അബവ്. കേട്ട വചനം വിശ്വസിക്കുമാറ് നമ്മുടെ ഹൃദയത്തെ, അന്നേരത്തെ നമ്മുടെ അവസ്ഥ എന്തുവാ? നമ്മൾ പാപികളാണ് അല്ലേ. പാപി എന്നുള്ള ടൈറ്റിലാണ് നമ്മളിരിക്കുന്നത് അവിടെ. അപ്പോഴാണ് ഈ വചനം കേൾക്കാനിടയായത്. എത്രയോ പ്രാവശ്യം കേട്ടതാന്ന് പറഞ്ഞാൽ അന്നേരം ഇരിക്കുന്നേ. പക്ഷെ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിന് നമ്മളുള്ള അനാദി അമ്മ തിരഞ്ഞെടുത്ത ആ മനുഷ്യനാണ് ഇത് കേൾക്കുന്നതെന്ന് ഓർക്കണം. സ്തോത്രം, സ്തോത്രം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ ഉള്ളിൽ പ്രവർത്തിച്ചിട്ട് ലുദിയായുടെ ഹൃദയം തുറന്നു പോലെ നമ്മുടെ ഹൃദയം തുറന്നു. അത് സ്വീകരിപ്പാനിടയായി, ആ പ്രോംപ്റ്റിങ്ങിന് മുമ്പിൽ സമർപ്പിപ്പാനിടയായി. ഒരുപക്ഷെ ഒരു ദേവദാസൻ പറഞ്ഞു കാണും, ആരെങ്കിലും കർത്താവിനെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ കൈപൊക്കി, അല്ലെങ്കിൽ നമ്മൾ എഴുന്നേറ്റ് നിന്നു. ഇതെല്ലാം നമ്മൾ ചെയ്തത് അല്ലേ, ഇതെല്ലാം നമ്മൾ ചെയ്തതാണ്. പക്ഷേ ഇതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രോംപ്റ്റിങ്സാണ്. കാരണം ഒരു പാപിയും അവൻ്റെ പാപത്തിൽ ദൈവത്തെ സ്വീകരിക്കുവാൻ കഴിയില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആ പ്രവർത്തനമാണ് അവൻ്റെ ഉള്ളു തുറന്നത്. ഹല്ലേലൂയ. ബൈ ദ വർക്ക് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. യോഹന്നാൻ സുവിശേഷം 6:37-44 വരെയുള്ള വാക്യങ്ങൾ, റോമർ വായിക്കണ്ട, ഞാൻ റോമാലേഖനം കൂടെ വായിച്ചിട്ട് മുന്നോട്ട് പോകാം. റോമാലേഖനം വായിക്കാനല്ല, റോമാലേഖനത്തിൻ്റെ 9-ാം അധ്യായം 15-16. എനിക്ക് കരുണ തോന്നണമെന്നുള്ളവനോട് കരുണ തോന്നുകയും എനിക്ക് കനിവ് തോന്നണമെന്നുള്ളവനോട് കനിവ് തോന്നും. ദൈവത്തിൻ്റെ ഈ പ്രവർത്തനം, ഈ പരമാധികാരം നമ്മുടെ രക്ഷയിൽ, അതേസമയം തന്നെ മനുഷ്യൻ്റെ ഉത്തരവാദിത്വം. ഇത് കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ വ്യക്തമാക്കിയതാണ്. ഏറ്റവും അനുഗ്രഹപ്പെട്ടൊരു വാക്യമുണ്ട്. അത് ഇതേ വാക്യം ഉൾപ്പെടുന്ന ഒരു ഭാഗമാണ്. ഫിലിപ്പിലേൻ 2:13 ഒന്ന് വായിച്ച്. ഫിലിപ്പിലേൻ 2:13. അതായത് 12-13 കൂടെ. അത് ദൈവത്തിൻ്റെ പരമാധികാരവും മനുഷ്യൻ്റെ ഉത്തരവാദിത്വവും അവിടെ ഒരുപോലെ രണ്ട് വാക്യങ്ങൾ കാണാം. 12 വായിക്കോ. 12 തൊട്ട് വായിച്ചു. അപ്പോൾ ഈ രക്ഷയ്ക്കായി പ്രവർത്തിക്കുന്നുള്ള ഈ വാക്യം പലപ്പോഴും പലരും ദുർവ്യാഖ്യാനം ചെയ്യാറുണ്ട്. അപ്പോൾ രക്ഷയ്ക്ക് പ്രവൃത്തിയുടെ ആവശ്യമുണ്ടോനോ? വിശ്വാസത്താലാണ് നാം നീതീകരിക്കപ്പെട്ടത്. ഒരു പ്രവൃത്തിയും ദൈവം കണക്കിടുന്നില്ല രക്ഷയ്ക്കായിട്ട്. പക്ഷെ ഇവിടെ വർക്കൗട്ട് എന്നാണ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടവനാണെങ്കിൽ ഹി വിൽ വർക്ക് ഔട്ട് ഹിസ് സാൽവേഷൻ. അവനൊരു പ്രവൃത്തി ഉണ്ട്, അവനൊരു ജീവിതമുണ്ട്, അവനൊരു സ്ട്രൈവിംഗ് ഉണ്ട്, അവനൊരു ഫൈറ്റ് ഉണ്ട്. It's not easy. Christian life is not an easy life.
ദാനമായി ലഭിച്ച രക്ഷയാണ്, നല്ല ഉറപ്പുണ്ട്. പക്ഷേ ദർ ഇസ് എ ഫൈറ്റ്. ഇനി അത് അവൻ്റെ ഫൈറ്റ് അല്ലെന്നാ അടുത്ത വാക്യത്തിൽ എഴുതിയേക്കുന്നത്. ഇച്ഛിക്കുക എന്നതും ദൈവമല്ലോ തിരുവുള്ളമായി പ്രവർത്തിക്കുന്നത്. For it is God who is at work in you. സ്വന്തം ബലത്തിൽ കഴിയത്തില്ല ഈ ക്രിസ്ത്യ ജീവിതം. There is a striving, there is a fight. ഒരു പോരാട്ടമുണ്ട്, അത് ശരിയാ. പക്ഷേ അതിന് നമ്മെ ഹെൽപ്പ് ചെയ്യുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാ, ദൈവമാണ്. അതവിടെ പറയുന്നത് ഇച്ഛിക്കുക എന്നുള്ളതും പ്രവർത്തിക്കുക എന്നുള്ളതും ദൈവമല്ലോ തിരുവുള്ളമായി നമ്മളിൽ പ്രവർത്തിക്കുന്നത്. റോമാലേഖനം മുമ്പേ നമ്മൾ വായിച്ച ആ വാക്യവും എനിക്ക് കരുണ തോന്നണം എന്നുള്ളവരോട് എനിക്ക് കരുണ തോന്നുകയും എനിക്ക് കനിവ് തോന്നണം എന്നുള്ളവരോട് കനിവ് തോന്നുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഇച്ഛിക്കുന്നവനാലല്ല, ഓടുന്നവനാലല്ല, കരുണ തോന്നുന്ന ദൈവത്താൽ അത്രേ സകലവും സാധിക്കുന്നത്. ഇനി 5-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. തെസ്സലോനിക്കർക്കുള്ള 1-ാം ലേഖനം 5-ാമത്തെ വാക്യം. മതി. 5-ാമത്തെ വാക്യം അത് വായിച്ചു അറിയുന്നു. 5-ാമത്തെ വാക്യം തൊട്ട് 10-ാമത്തെ വാക്യം വരെ, അപ്പോൾ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ ഒരു ഐഡിയൽ ചർച്ച്, ഒരു യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ട മാതൃകാ സഭയെന്ന് പറയുന്നത് രക്ഷിക്കപ്പെട്ട സഭ. ഇറ്റ്സ് എ സേവ്ഡ് ചർച്ച്. 5 വരെയുള്ള വാക്യങ്ങൾ ഇറ്റ്സ് എ സേവ്ഡ് ചർച്ച്. ഈ 5-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലൻ 5 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ ഇവരുടെ ജീവിതത്തിൽ നടന്ന രൂപാന്തരത്തെപ്പറ്റി അതിൻ്റെ തെളിവുകളാണ് പറയുന്നത്. കാരണം ഇതുവരെ കണ്ടതാ. ഈ വചനം ഇവർ പ്രസ്താവിച്ചപ്പോൾ ഇവരിലുണ്ടായ രൂപാന്തരം കണ്ടതാ. അതവിടെ പറയുന്നത് ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല. ഇനിയിപ്പോൾ അവിടെ വചനം എന്നെഴുതിയിരിക്കുന്ന വാക്കുകൾ എന്നാണ് അവിടെ. വചനം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം വാക്കെന്ന. പക്ഷെ അത് ദൈവവചനത്തെ പറ്റിയല്ല അവിടെ പറയുന്നത്, വെറും വാക്കുകളല്ല എന്നാണ് അവിടെ ഉദ്ദേശിച്ചേക്കുന്നത്. ഇംഗ്ലീഷിൽ അത് കൊടുത്തിരിക്കുന്നത്, ഫോർ അവർ ഗോസ്പൽ ഡിഡ് നോട്ട് കം ടു യു ഇൻ വേർഡ് ഓൺലി. ബിഗ് ലെറ്റർ W അല്ല, സ്മോൾ. വാക്കുകളായിട്ടല്ല, വെറും വാക്കുകളായിട്ടല്ല. ഇന്നും ഇവിടെ ശുശ്രൂഷിക്കപ്പെടുന്ന ദൈവവചനം വെറും വാക്കുകളായിട്ട് ആയിരിക്കരുത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനകത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണം. അതാ പറയുന്ന വ്യക്തിയിലും വേണം, കേൾക്കുന്നവരിലും വേണം. സ്തോത്രം. അപ്പോൾ ഇവിടെ 1-ാമത്തെ കാര്യം, അപ്പം വാക്കുകളായിട്ട് മാത്രമല്ല, ശക്തി ഉണ്ടായിരുന്നു. പരിശുദ്ധാത്മാവോട് കണ്ട, ശക്തിയും പരിശുദ്ധാത്മാവും 2ആയിട്ട് എടുത്തെഴുതിയിട്ടുണ്ട്. ബഹുനിശ്ചയത്തോടും കൂടെ ആയിരുന്നു നിങ്ങളുടെ അടുക്കൽ വന്നത്. അടുത്തത്, നിങ്ങൾ നിമിത്തം ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ എങ്ങനെ പെരുമാറിയിരുന്നു എന്ന് അറിയുന്നുവല്ലോ. 1-ാമത്തെ കാര്യം നമുക്കവിടെ കാണുവാൻ കഴിയുന്നത് അവർ ഗോസ്പൽ. എന്താണ്? ഞങ്ങളുടെ സുവിശേഷം. അപ്പോൾ ഞങ്ങളുടെ സുവിശേഷം എന്ന് പറയുമ്പോൾ ആ മെസ്സേജിനെ പറ്റിയാണ് അവിടെ പറയുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ സുവിശേഷം എന്ന് പറയാൻ ആവശ്യമായിട്ട് വന്നേക്കുക. കാരണം പല സുവിശേഷങ്ങളുണ്ടെന്ന് അല്ലേ, പല സുവിശേഷമുണ്ട്. അന്നും ഉണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ ഗലാത്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞല്ലോ, ഞങ്ങൾ പറഞ്ഞതിന് വിരുദ്ധമായ ആരെങ്കിലും സുവിശേഷം പറഞ്ഞു, അപ്പോൾ വേറെ സുവിശേഷമുണ്ട്. പൗലോസ് തന്നെ പറഞ്ഞ വേറൊരു ക്രിസ്തുവുണ്ട്, വേറെ സുവിശേഷമുണ്ട്, വേറൊരു ആത്മാവുണ്ട്. ഇതെല്ലാം ലേബൽ ചെയ്തേക്കുന്നത് എന്താ? ഗോസ്പൽ എന്നുള്ള ഒറ്റ ലേബലിലാണ് ഇതെല്ലാം വരുന്നത്. ഇതിലേതാ സത്യസുവിശേഷം എന്നുള്ളത് വിവേചിക്കേണ്ടത് ആവശ്യമാണ്. ഇവിടെ പൗലോസ് പറയുന്നത് ഞങ്ങളുടെ സുവിശേഷം. ആ സുവിശേഷത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, പൗലോസിൻ്റെ മറ്റ് ലേഖനങ്ങളോട് നാം പഠിക്കുമ്പോൾ മനസ്സിലാകും. ആ സുവിശേഷത്തിൻ്റെ പ്രത്യേകത പാപിയായിരുന്ന മനുഷ്യനെ പരിശുദ്ധനായിട്ട് ദൈവമായിട്ടുള്ള നിരപ്പിലേക്ക് കൊണ്ടുവരുന്ന സുവിശേഷമാണ്. ഇറ്റ്സ് എ ഗോസ്പൽ ദാറ്റ് റെക്കൺസൈൽസ് എ സിന്നർ ടു എ ഹോളി ഗാഡ്, ടു ദിസ് ഹോളി ഗാഡ്. പരിശുദ്ധനായ ദൈവത്തെങ്കിലേക്ക്
മടക്കിക്കൊണ്ടുവരുന്ന സുവിശേഷം. അതാണ് ഈ ഉൽപ്പത്തി മുതൽ കാണുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി. പാപനിമിത്തം തേജസ് നഷ്ടപ്പെട്ട് തൻ്റെ സന്നിധിയിൽ നിന്ന് ഇറക്കി വിട്ട ആട്ടി ഓടിക്കപ്പെട്ട മനുഷ്യനെ തന്നിലേക്ക് തന്നെ മടക്കിക്കൊണ്ടുവരുന്നതിൻ്റെ പ്രവർത്തനങ്ങളാണ് ഈ യുഗങ്ങളായിട്ട് ദൈവം ചെയ്തു വരുന്നത്. അതിൻ്റെ സമാപ്തിയാണ്, ആ പ്രവൃത്തിയുടെ സമാപ്തിയാണ് ക്രിസ്തുവിൻ്റെ ക്രൂശുമരണവും അവിടുത്തെ അടക്കവും പുനരുത്ഥാനവും അസെൻഷനും. ഹല്ലേലൂയ. അപ്പോൾ ഞങ്ങളുടെ സുവിശേഷം എന്ന് പറയുമ്പോൾ ഒന്നാമത് ആ മെസ്സേജിനെ കാണിക്കുന്നത് അത് ഭാവിയായിരിക്കുന്ന ഒരു മനുഷ്യനെ പരിശുദ്ധനായ ദൈവത്തിങ്കിലേക്ക് യഥാസ്ഥാപനപ്പെടുത്തുന്ന മെസ്സേജ്. 2, ഞങ്ങളുടെ മെസ്സേജ് എന്ന് പറയുമ്പോൾ പോൾ ഈസ് വെരി ഷുവർ അബൌട്ട് ദ മെസ്സേജ്. നല്ല ഉറപ്പുണ്ട്. ഈ ഉറപ്പ് ഇവിടെ മാത്രമല്ല, ഗലാത്യലേഖനം 1:8 പറയുന്നുണ്ട്. ഞാൻ മുമ്പേ ആ വാക്യം റെഫർ ചെയ്തു. ഗലാത്യലേഖനം 1:8 എന്താ പറയുന്നത്? നമുക്ക് ഗലാത്യലേഖനം എഴുതാനുള്ള കാര്യം എന്തോ? നമ്മൾ ഗലാത്യലേഖനം പഠിച്ചാണല്ലോ. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട ദൈവജനം, അത് ജാതികളുടെ ഇടയിൽ നിന്ന് വന്നവരാ. യഹൂദ മതാനുസാരികളായിട്ട് ചിലർ വന്നിട്ട് പറയും, നിങ്ങൾ നീതീകരിക്കപ്പെടണമെങ്കിൽ വിശ്വാസം മാത്രം പോരാ, ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയോട് വേണം, അറ്റ്ലീസ്റ്റ് പരിച്ഛേദനെങ്കിലും ഏറ്റെങ്കിലേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അതിനെതിരെയാണ് പൗലോസ് സംസാരിച്ചത്. അവിടെ പത്രോസിനോട് പോലും വാഗ്വാദം ഉണ്ടായെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. വിശ്വാസത്താലുള്ള നീതീകരണം 150 പരം പ്രാവശ്യം വചനത്തിൽ കാണുന്ന ഒരു സത്യമാണ്. പഴയ നിയമത്തിലും അപ്രകാരം മാത്രമേ എല്ലാ കാലത്തിലും ദൈവത്തിന് മുമ്പിൽ ഒരുവന് നീതീകരിക്കപ്പെട്ടവനായി നിൽക്കുവാൻ കഴിയണമെങ്കിൽ അത് വിശ്വാസത്താൽ മാത്രമേ സാധിക്കുകയുള്ളൂ. പ്രവൃത്തി കൊണ്ട് സാധിക്കില്ല. അപ്പോഴാണ് അവർ പറഞ്ഞ് പരിച്ഛേദനം കൂടെ വേണമെന്ന്. പൗലോസ് അതിനെ നഖശിഖാന്തം എതിർക്കുകയാണ് ചെയ്തത്. ഗലാത്യർ 1:8 അവരോട് പറയുക, അവർ പറഞ്ഞ ആ സുവിശേഷത്തിൻ്റെ ആ ഉറപ്പിനെ പറ്റിയാണ്. വായിച്ചടച്ച വായിച്ചു. മുൻ പറഞ്ഞതുപോലെ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ എന്നൊക്കെ നമ്മൾ ചോദിക്കും. പക്ഷെങ്കിൽ ഇവിടുത്തെ വിഷയമാണ് പ്രാധാന്യം. എന്തുകൊണ്ട് അങ്ങനെ പറയേണ്ടി വരുന്നേ? 6-ാം വാക്യത്തിൽ ക്രിസ്തുവിൻ്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ നിങ്ങൾ വിട്ടു. നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. അത് വേറൊരു സുവിശേഷം എന്നല്ല, ചിലർ നിങ്ങളെ കലക്കി ക്രിസ്തുവിൻ്റെ സുവിശേഷം മറിച്ച് കളയുവാൻ ഇച്ഛിക്കുന്നു എന്നത്രേ. എന്നിട്ടാ പറയുന്നത്, ഞങ്ങൾ നിങ്ങളോട് അറിയിച്ച സുവിശേഷത്തിന് വിരുദ്ധമായി ഞങ്ങൾ തന്നെയോ സ്വർഗത്തിൽ നിന്ന് ദൂതൻ, പണ്ട് കുറേ പേര് വന്നല്ലോ, ദൈവസന്നിധിയിൽ നിന്ന് ദൈവത്തിനെതിരെ റിബല് ചെയ്ത് വന്നതുപോലെ ഒരാൾ വന്ന് ഞാൻ ഇനി ഒരു സുവിശേഷം അറിയിക്കുകയാണെന്ന് പറഞ്ഞാൽ അവൻ ശപിക്കപ്പെട്ടവൻ. അത്രയ്ക്ക് ഉറപ്പാണ് പൗലോസ് പറഞ്ഞ വിശ്വാസത്താലുള്ള നീതീകരണം. ആ സുവിശേഷം അത്രയ്ക്ക് ഉറപ്പാണ്. മാത്രമല്ല പൗലോസിന് അത്രയ്ക്ക് ഒരു നിരാശ എന്ന സെൻസ് അങ്ങനെ വരാൻ, ആ അനുഭവം വരാൻ കാര്യം എന്താണെന്നറിയാമോ? ഞങ്ങൾ പറയുക മാത്രമല്ല, നിങ്ങളത് കൈക്കൊണ്ടതാ, നിങ്ങൾ രക്ഷിക്കപ്പെട്ടതാ, നിങ്ങളത് രൂപാന്തരം വരുത്തിയതാ. എന്നിട്ടാണ് ഇപ്പോൾ നിങ്ങൾ കൺഫ്യൂഷനിലായിരിക്കുന്നത്. അപ്പോൾ ഒരു ദൈവദാസൻ ദൈവം മക്കളോട് വചനം പറഞ്ഞിട്ട് അവരതിനു മുമ്പിൽ സമർപ്പിതരായിട്ട് വേറൊരുത്തം വന്ന് കലക്കിക്കളഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല. അതാ അപ്പോസ്തല പ്രവൃത്തി 19 എഫെസോസിലെ മൂപ്പന്മാരെ വിളിച്ചിട്ട് പൗലോസ് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായത്തിൽ അവിടെയും വളരെ 20-ാം അധ്യായത്തിൽ 17 മിലത്തോസിൽ നിന്ന് അവൻ എഫെസോസിലെ ആളയച്ച് സഭയിലെ മൂപ്പന്മാരെ വരുത്തി. 26-ാമത്തെ വാക്യം തൊട്ട് താഴോട്ട് വായിച്ചു. അതിന് കാരണം എന്താ അറിയാമോ? അടുത്ത വാക്യമാണ്. ദൈവത്തിൻ്റെ ആലോചന ഒട്ടും മറച്ചു വെക്കാതെ ഞാൻ മുഴുവനും നിങ്ങൾക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. മൂപ്പന്മാരോട് പറയാ, നിങ്ങളെ തന്നെയും
താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സഭയെ മേയിക്കുവാൻ വെച്ച ആട്ടിൻകൂട്ടത്തെ മുഴുവനെയും സൂക്ഷിച്ചു കൊള്ളുവീൻ. അത് കാരണം എന്താ? അടുത്ത വാക്യമാ, ഞാൻ പോയ ശേഷം വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേക്കും. വെളിയിൽ നിന്നൊന്നും പറയണ്ട. അതുകൊണ്ട് ഉണർന്നിരിപ്പീൻ. ഞാൻ 3 സംവത്സരം രാപ്പകൽ ഇടവിടാതെ കണ്ണുനീർ വാർത്തുകൊണ്ട് ഓരോരുത്തന് ബുദ്ധി പറഞ്ഞത് ഓർത്തുകൊള്ളുവീൻ. പൗലോസ് ബോൾഡായിട്ട് ചില കാര്യം പറയുമ്പോൾ അതിന് കാര്യമുണ്ട്. ഗലാത്യ ലേഖനത്തിൽ അങ്ങനെ പറയാൻ കാര്യമുണ്ട്. ഇവിടെ പൗലോസ് ഞങ്ങളുടെ സുവിശേഷം എന്ന് പറയാൻ ഒന്നാമത്തെ കാര്യം, ദാറ്റ് ഗോസ്പൽ ദാറ്റ് പോൾ പ്രീച്ച്ഡ്, ആ പൗലോസ് പ്രസ്താവിച്ച അല്ലെങ്കിൽ പ്രസംഗിച്ച സുവിശേഷം എന്ന് പറയുന്നത് പാപിയായിരിക്കുന്ന ഒരു മനുഷ്യനെ ദൈവത്തിങ്കിലേക്ക് നിരപ്പിക്കുന്ന സുവിശേഷമാണ്. 2, പൗലോസ് പ്രസ്താവിച്ച സുവിശേഷത്തിൻ്റെ അതാണ് സത്യം എന്നുള്ള ബോധ്യമാണ് അത് കാണിക്കുന്നത്. അവർ ഗോസ്പൽ, മൈ ഗോസ്പൽ. മാത്രമല്ല, ഞങ്ങളുടെ സുവിശേഷം എന്ന് പറയുമ്പോൾ പൗലോസും കൂട്ടരും കൂടെ സുനോദോസ് കൂടി ഉണ്ടാക്കിയെടുത്ത ഒന്ന് എന്നുള്ള അർത്ഥം അതിനകത്തില്ല. ഞാൻ മേൽപ്പറഞ്ഞ 2 അർത്ഥങ്ങളുണ്ട്. ഒന്നുകൂടെ പറയാം. പാപിയായിരിക്കുന്ന മനുഷ്യനെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുന്ന, നിരപ്പിക്കുന്ന സുവിശേഷം. 2, ആ പറഞ്ഞ സുവിശേഷം അത് ശരിയാണെന്നുള്ള ബോധ്യവും പൗലോസിനുണ്ട്. അതാണ് കൊരിന്ത്യർക്കുള്ള 2-ാം ലേഖനം 4:3 നമ്മൾ വായിക്കുമ്പോൾ, എന്നാൽ ഞങ്ങളുടെ സുവിശേഷം, അവിടെയും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ സുവിശേഷം മറഞ്ഞിരിക്കുന്നുവെങ്കിൽ അത് നശിച്ചു പോകുന്നവർക്കത്രേ മറഞ്ഞിരിക്കുന്നത്. തെസ്സലോനിക്കയുള്ള 2-ാം ലേഖനത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 2:14 അപ്പോസ്തലൻ പറയുന്നു, ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. അപ്പോൾ ആ പ്രയോഗത്തിൻ്റെ അർത്ഥം, ഒന്ന്, ഈ സുവിശേഷം ദൈവത്തിങ്കിലേക്ക് നിങ്ങളെ നിരപ്പിച്ചതാണ്. 2, അതാണ് യഥാർത്ഥ സുവിശേഷം എന്നുള്ള ബോധ്യം. ഹല്ലേലൂയ. അടുത്തത്, ഈ സുവിശേഷം ഇവിടെ പറയുന്നത് ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല. വചനമായി മാത്രമല്ല എന്ന് പറയുമ്പോൾ ദൈവവചനമായി വന്നില്ല എന്നല്ല പറയുന്നത്. വെറും വാക്കുകളല്ലായിരുന്നു. വേർഡ്സ് ഓഫ് മെൻ, വെറും വാക്കുകളായിട്ട്, ഒരു പ്രസംഗം ആയിട്ട്. ഒരു പ്രസംഗം ആർക്കും ചെയ്യാൻ പറ്റുമല്ലേ? പക്ഷെ അങ്ങനല്ലായിരുന്നു ഇത്. അതിന് പകരം ഈ ക്രിസ്തുവിൻ്റെ സുവിശേഷം, യഥാർത്ഥ സുവിശേഷം, സത്യസുവിശേഷം, ഗോസ്പൽ പ്രീച്ച് ചെയ്യുമ്പോൾ വാക്കുകൾ ഉപയോഗിക്കണ്ടേ? ആംഗ്യത്തിലല്ലല്ലോ ഗോസ്പൽ പ്രീച്ച് ചെയ്യുന്നത്. വാക്കുകൾ ഉപയോഗിക്കണം, മാനുഷിക വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ അത് വെറും വാക്കുകളല്ല. അതിൻ്റെ പിന്നിൽ വ്യാപരിച്ച പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുണ്ട്. മാത്രമല്ല, ആ വചനത്തിൽ അതിൻ്റെതായിട്ടുള്ള ശക്തിയുണ്ട്. അതാ 1:16 റോമാലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായുള്ള ദൈവശക്തിയാണ്. Faith comes from by hearing, and hearing by the word of God. വിശ്വാസം കേൾവിയാലും, കേൾവി ദൈവത്തിൻ്റെ വചനത്താലും. റോമാലേഖനം 10:17. അപ്പോൾ നമ്മൾ സുവിശേഷം പറയുമ്പോൾ മനുഷ്യൻ്റെ വാക്കുകൾ തന്നെയാണ് ഉപയോഗിക്കുന്നതെങ്കിലും അത് വെറും വാക്കായിട്ടല്ല നിങ്ങളുടെ അടുത്ത് വന്നത്. ഞാൻ വീണ്ടും പറയട്ടെ, ഇവിടെ പ്രസ്താവിക്കപ്പെടുന്ന ദൈവവചനത്തിൻ്റെ വിശകലനങ്ങൾ, വ്യാഖ്യാനങ്ങൾ, മെസ്സേജുകൾ വെറും വാക്കായിട്ടല്ല, അതിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയായിട്ട് നമ്മളിൽ എല്ലാവരിലും അത് രൂപാന്തരം വരുത്തട്ടെ. അതാണ് എൻ്റെ പ്രാർത്ഥന. So it was not mere human words. It is the words of living God. ജീവനുള്ള ദൈവത്തിൻ്റെ വാക്കുകളായി, മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്ന വാക്കുകളായിട്ടാണ് വന്നത്. അതിൻ്റെ തെളിവാണ് നിങ്ങൾ. ഒരു സദാ പറയുന്നത്,
ഞങ്ങൾ പറഞ്ഞ വാക്ക് വെറും വാക്കായിട്ട് നിങ്ങൾ കേട്ടു, നിങ്ങൾ വീട്ടിൽ പോയി തിരിച്ചു വന്നു വീണ്ടും കേൾക്കുന്നു അല്ല. നിങ്ങളുടെ ജീവിതത്തിൽ കണ്ട രൂപാന്തരം തെളിവാണ്. ഒന്ന്, ഞങ്ങൾ പറഞ്ഞ സുവിശേഷം കറക്റ്റായിരുന്നു. വേർഡ് ഓഫ് ഗാഡ് ഇസ് ദ പവർ. ദൈവത്തിൻ്റെ വചനം അത് ശക്തിയാണ്. ഗോസ്പൽ ഇസ് ദ പവർ. സുവിശേഷം മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്ന ശക്തിയാണ്. യിരെമ്യാപ്രവചനം 23:29. 23:29. എൻ്റെ തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയും അല്ലോ. കഠിനനായിരിക്കുന്ന പാപിയായിരിക്കുന്ന മനുഷ്യൻ്റെ ഹൃദയത്തെ യാതൊന്നിനാലും രൂപാന്തരപ്പെടുത്തുവാൻ കഴിയില്ല. എന്നാൽ ഈ ദൈവവചനത്തിന് എന്താ അവിടെ പറയുന്നത്? അത് തീ പോലെ, മെഴുകുപോലെ ഉരുക്കുവാൻ തക്കവണ്ണം ശക്തിയുള്ള, കഠിനനായിരിക്കുന്ന പാറ പോലെ ഇരിക്കുന്ന ഹൃദയത്തെ ചുറ്റിക കൊണ്ട് അടിച്ച് തകർക്കുവാൻ കഴിയും. മതഭക്തിയിൽ അതീവ ശ്രദ്ധാലുവായി തീഷ്ണതയോടെ ആയിരുന്ന പരീശനായിരുന്ന ശൗല് എത്രയും ഉറപ്പോടെ താൻ നിന്നെന്നറിയാം. താൻ വിശ്വസിച്ചിരുന്ന വിശ്വാസ പ്രമാണത്തിന് വേണ്ടി തീഷ്ണതയോടെ നിന്ന മനുഷ്യനെ ആർദ്രതയുള്ളവനാക്കി. മുമ്പേ വായിച്ച വാക്യം നോക്കിക്കേ, കണ്ണുനീരോടുകൂടിയാണ് സുവിശേഷം പറഞ്ഞത്. പുറമേ കണ്ണുനീരില്ലെങ്കിലും ഞാനും നിങ്ങളോട് വി ആർ പ്ലീഡിങ് ടു യു. ഇത് ഏറ്റെടുക്കണം, ഇത് തള്ളിക്കളയരുത്. ഇത് 1 മണിക്കൂർ ചുമ്മാതെ ഒരാളുടെ വാചക കസർത്തായിട്ട് മാറരുത്. ഇതിനകത്ത് വ്യാപരിക്കുന്ന ദൈവശക്തി എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ രൂപാന്തരം വരുത്തുവാൻ പര്യാപ്തമാണ്. ശനിയാഴ്ചകൾ വേറെ പരിപാടിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ബൈബിൾ സ്റ്റഡി ആക്കിയേക്കാം. നോ, അങ്ങനല്ല. ഇതിന് പുറകിൽ ഒരു അധ്വാനവും ഒരു ഫൈറ്റുമുണ്ട്. സ്തോത്രം. അത് നമുക്ക് പ്രയോജനം ചെയ്യണം. ഹല്ലേലൂയ. സോ വേർഡ് ഓഫ് ഗോഡ് ഇസ് ദ പവർ. ഗോസ്പൽ ഇസ് ദ പവർ. അതാ നമ്മെ രക്ഷിച്ചത്, അതാ നമ്മെ വീണ്ടെടുത്തത്, അതാ നമ്മെ രൂപാന്തരപ്പെടുത്തിയത്. അതിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുണ്ട്, ദൈവത്തിൻ്റെ ശക്തിയുണ്ട്. ദൈവത്തിൻ്റെ വാക്കുകൾക്ക് ഓഫ് കോഴ്സ് എൻ്റെ വാക്കുകൾക്ക് ശക്തി പകരുന്നത് എൻ്റെ ജീവനാണ്. അതുപോലെ ദൈവത്തിൻ്റെ വാക്കുകൾ, ദൈവത്തിൻ്റെ ജീവൻ വ്യാപരിക്കുന്നതാണ്. ഇത് വെറും ഒരു പുസ്തകമല്ല. ഹല്ലേലൂയ. ഇവിടെ ശക്തിയെയും പരിശുദ്ധാത്മാവിനെയും സെപ്പറേറ്റായി പറഞ്ഞിട്ടുണ്ട്. കണ്ടായിരുന്നു? ശക്തിയോടും, അത് നല്ലൊരു ഒരു 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 വാക്കാ. കാരണം നമുക്ക് എവിടെ ശക്തി കണ്ടാലും നമ്മളെന്തോ പറയും? ആ, പരിശുദ്ധാത്മാവ് ശക്തിയാണെന്ന് നമ്മൾ പറയും. ഇവിടെ കണ്ടോ, ശക്തിയോടും പരിശുദ്ധാത്മാവും. അപ്പോൾ ഈ ശക്തി ഏതിൻ്റെ ശക്തിയെ പറ്റി അവിടെ പറയുന്നത്? വചനത്തിൻ്റെ ശക്തി. ദ വേർഡ് ഹാസ് ദ പവർ. അതിന് മുമ്പേ പറഞ്ഞേ, എൻ്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയും. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുണ്ട്, ദൈവവചനത്തിൻ്റെ ശക്തിയുണ്ട്. കാരണം ഇവിടെ പറയുന്ന ശക്തി ഗോസ്പലിൻ്റെ ശക്തി. അത് മുമ്പേ നമ്മൾ വായിച്ചു, റോമർ 1:16 വായിക്കണ്ട. അവിടെ ആദ്യ യഹൂദനും പിന്നെ യവനനും രക്ഷയ്ക്കായുള്ള ദൈവ ശക്തിയാണ് സുവിശേഷം. അപ്പോൾ ഈ ഗോസ്പൽ എന്ന് പറയുന്നത്, നമുക്ക് മുന്നോട്ട് പോകാം. ഗോസ്പൽ എന്ന് പറയുന്നത്, സുവിശേഷം എന്ന് പറയുന്നത് ഒരു ഐഡിയ പ്രസൻറ്റ് ചെയ്യുകയല്ല. കാരണം ഇതിൽ വ്യാപരിക്കുന്ന ശക്തിയുണ്ട്. അപ്പോൾ ചുമ്മാ ഒരു പ്രസൻറ്റേഷൻ അല്ല ഗോസ്പൽ. ഇനി അടുത്തത് സുവിശേഷം പ്രസൻറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് പ്രസൻറ്റ് ചെയ്യുകയല്ല. സുവിശേഷം പറയാൻ പോകുമ്പോൾ നമ്മളും അത് മനസ്സിലാക്കണം. എൻ്റെ കയ്യിരിക്കുന്ന ഈ മെസ്സേജ്, ഇതിന് ശക്തിയുണ്ട്. ഇതിന് ശക്തിയുണ്ട്. മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിവുള്ള ശക്തിയാണ്. ഒരു പാപിയായ മനുഷ്യനെ നിത്യനരകത്തിൽ, അവൻ അന്ന് മരിച്ചാൽ നിത്യനരകത്തിലവൻ, അതിൽ നിന്ന് അവനെ നിത്യജീവനിലേക്ക് കൈപിടിച്ചുയർത്തുവാൻ, നീതിയിലേക്ക് തിരിക്കുവാൻ പര്യാപ്തമായ ദൈവശക്തിയാണ് ഈ സുവിശേഷം. നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. ദ ഓപ്പറേഷൻ ഓഫ് പവർ. ഇറ്റ് ഇസ് നോട്ട് പ്രസന്റേഷൻ ഓഫ് ആൻ ഐഡിയ. സ്തോത്രം. ഇവിടെ മറ്റൊരു കാര്യം, ശക്തിയോടെ എന്ന് പറയുമ്പോൾ നമുക്ക് വീണ്ടും ചില ഐഡിയാസ് നമ്മുടെ മുകളിൽ നമ്മുടെ മനസ്സിൽ വരും. ചിലപ്പോൾ ചില മിറക്കിൾസോ അല്ലേ, അത്ഭുതങ്ങളോ അടയാളങ്ങളോ ഒക്കെ അവിടെ സംഭവിച്ചായിരിക്കാമെന്ന്. അങ്ങനെ അവിടെ എഴുതിയിട്ടില്ല. അവരെ രൂപാന്തരപ്പെടുത്തി എന്നുള്ളതിനെ സംബന്ധിച്ചാണ്
ആ ശക്തിയെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അപ്പോസ്തലർ പ്രവൃത്തി ചിലയിടത്ത് പറഞ്ഞിട്ടുണ്ട്, അത്ഭുതങ്ങളും അടയാളങ്ങളും തന്നെ പറഞ്ഞിട്ടുണ്ട്. മർക്കോസ് സുവിശേഷത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവർ പറഞ്ഞ സുവിശേഷത്തെ അത്ഭുതങ്ങൾ അടയാളങ്ങളാലും ഉറപ്പിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അത്ഭുതങ്ങൾ അടയാളങ്ങൾ എന്നുള്ള ഒരു ധ്വനി അവിടെ ഇല്ല. മറിച്ച് അന്ധകാരത്തിലായിരുന്നു ഇവർ. എന്താ അറിയോ? അവർ വിഗ്രഹങ്ങളെ വിട്ടെന്ന് 10-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ വിഗ്രഹാരാധികളായിരുന്ന, സത്യദൈവത്തെക്കുറിച്ച് ഒരു ബോധവുമില്ലായിരുന്ന ഇവർ ഈ സുവിശേഷം കേട്ടപ്പോൾ രൂപാന്തരപ്പെടണമെങ്കിൽ അതിൻ്റെ പിന്നിൽ വ്യാപിക്കുന്ന ശക്തിയില്ലേ? അതിനെക്കുറിച്ച് അവിടെ പറയും. അല്ലെങ്കിൽ വെറും ഒരു മനുഷ്യൻ്റെ വാക്ക് കേട്ട് അത് നമുക്ക് എക്സാമ്പിൾ നമുക്ക് കാണാമല്ലോ. അപ്പോസ്തല പ്രവൃത്തി തന്നെ അപ്പോസ്തലനായ പൗലോസ് ഈ അജ്ഞാത ദേവൻ എന്ന് പറഞ്ഞ് അവിടെ ചെന്നിട്ട് കുറേ ഫിലോസഫിയൊക്കെ പറഞ്ഞ് അവരെന്താ പറഞ്ഞറിയോ? നല്ലതായിട്ടുണ്ട്, ഞാൻ വീണ്ടും വിളിക്കാമെന്നാണ് പറഞ്ഞു. ഒരു പരിപാടി അവിടെ നടന്നില്ല. ഫിലോസഫി കൊണ്ടൊന്നും നടക്കില്ല. അവർ പറഞ്ഞു നല്ല. പിന്നെ പല കാര്യങ്ങൾ പൗലോസിനെ പറ്റി തന്നെ അവിടെ പറയുന്നുണ്ടല്ലേ. ഫിലോസഫി കൊണ്ട് ഒരു കാര്യം നടക്കത്തില്ല. ഡിബേറ്റ് ചെയ്ത് ആരും രക്ഷിക്കപ്പെടുത്താൻ പറ്റത്തില്ല. വാദിച്ചും തർക്കിച്ചും ആരും രക്ഷിക്കപ്പെടുത്താൻ പറ്റത്തില്ല. അവൻ്റെ ഉള്ളിൽ പാപബോധം വരണം. ആത്മാവിൽ ദരിദ്രരാകണം, അല്ലേ? മീക്കാണ്, ഹമ്പിളാകണം. ഒരു മോഹങ്ങളും പിന്നെ സുവിശേഷം കൊടുക്കുന്നില്ല. എനിക്കത് കിട്ടും, സ്വർഗത്തിൽ ചെന്നാൽ എനിക്കത് കിട്ടും എന്നുള്ള മോഹം സുവിശേഷം ഓഫർ ചെയ്യുന്നില്ല. ഒരു പ്രത്യേക മതത്തിൽ ചില കാര്യങ്ങൾ കഠിനമായിട്ട് അവർ ചെയ്യാൻ കാര്യം സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അവർക്ക് പലതും കിട്ടുമെന്നുള്ള മോഹമാണ്. അങ്ങനെ സുവിശേഷം ഓഫർ ചെയ്യുന്നില്ല. അവർക്ക് യഥാർത്ഥ സുവിശേഷമാണെങ്കിൽ അവർ പൊട്ടിക്കരയണം. കാരണം പരിശുദ്ധനായ ദൈവത്തിൻ്റെ ചിത്രമാണ് സുവിശേഷം ഓഫർ ചെയ്യുന്നത്. ആ ചിത്രവുമായി തങ്ങളുടെ ജീവിതത്തെ താരതമ്യം ചെയ്യാൻ തക്കവണ്ണം അവർ പാപിയാണെന്നുള്ള ബോധ്യം വരുമ്പോൾ ആത്മാവിൽ ദാരിദ്ര്യം അവർ തിരിച്ചറിയും. അതാണ് മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞേ, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അങ്ങനെയുള്ളവർക്കാണ് ഉണ്ടാകുന്നത്. അതാ പറഞ്ഞിരിക്കുന്നത്. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ. എന്തെങ്കിലും പൈസ നഷ്ടപ്പെടുമ്പോൾ 50,000 രൂപ കൊണ്ട് സ്റ്റോക്ക് മൊത്തം പോയപ്പോൾ ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. അതല്ല അവിടെ. പാപത്തിൻ്റെ ആ വലിപ്പം മനസ്സിലായി. ഈ രീതിയിൽ ഞാൻ ജീവിച്ചാൽ നേരെ നിത്യ നരകത്തിലേക്കാണെന്നുള്ള ബോധ്യം സുവിശേഷത്തിലൂടെ ഒരാൾക്ക് ലഭിച്ചപ്പോൾ അവൻ്റെ ദുഃഖം പിന്നെ ഹല്ലേലൂയ, അവൻ ഭാഗ്യവാനാ. അവൻ്റെ പാപത്തെക്കുറിച്ചുള്ള ബോധ്യം അവൻ ലഭിച്ചാൽ അവൻ ഭാഗ്യവാനാ. അവനെന്തോ കിട്ടും? അവന് ആശ്വാസം ലഭിക്കും. മതത്തിൻ്റെ പ്രവൃത്തികളാൽ നിന്ന് വലഞ്ഞ് ദൈവത്തിൻ്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെട്ടവനായി നിൽക്കാൻ കഴിയാതെ വണ്ണം തളർന്നിരിക്കുന്നവനെ കർത്താവ് ഉത്സവത്തിൻ്റെ അവസാനത്തെ ആ ദിവസം, ഒടുക്കത്തെ നാളിൽ വിളിച്ചു പറയുക, അധ്വാനിക്കുന്നവർ വാ, ഭാരം ചുമക്കുന്നവരെല്ലാം വാ, എൻ്റെ അടുക്കലേക്ക് വാ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന് ഒരു അത്ഭുതം ചെയ്യാൻ കഴിയും. ഐ സ്റ്റിൽ ബിലീവ്. എന്നാൽ സുവിശേഷത്തിൻ്റെ വാക്കുകളിൽ അടങ്ങിയിരിക്കുന്ന ശക്തി ഒരത്ഭുതം കൂടാതെ ഒരു മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുന്ന ശക്തിയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ദൈവം തൻ്റെ സ്വാതന്ത്ര്യത്തിൽ രോഗസൗഖ്യം തരാം, വേറെ എന്തെല്ലാം കെടുതികളിൽ ആ വ്യക്തി ആയിരിക്കുന്നു അവനെ വിടുവിക്കാം. അത് ദൈവത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യത്തിൽപ്പെടുന്ന കാര്യമാണ്. നമ്മൾ ഇച്ഛിക്കുന്നുകൊണ്ട് ലഭിക്കുന്നതല്ല, ആ വ്യക്തി ഇച്ഛിക്കുന്നുകൊണ്ട് ലഭിക്കുന്നില്ല. ദൈവം തൻ്റെ സ്വാതന്ത്ര്യത്തിൽ ചെയ്യുന്നതാണ്. എന്നാൽ ഗോസ്പൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ കറ തീർന്ന് ആ വ്യക്തി എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്യരുത്. അതിനെക്കുറിച്ചൊരു ദേവദാസൻ പറഞ്ഞത്, ഈ വെയിറ്റർമാരുടെ തൊഴിൽ എന്താ? വെയിറ്റർമാരുടെ തൊഴിൽ വെയിറ്റ് ചെയ്യുക, അല്ലേ? വെയിറ്റേഴ്സ് വെയിറ്റ് ഓൺ പീപ്പിൾ, അല്ലേ? അത് ഉടനെ തന്നെ വരുമ്പോൾ ഞാൻ എൻ്റെ പേര് ജോർജ് എന്നാ, എന്ത് ചെയ്യണം എന്ന് പറഞ്ഞല്ലേ ഞാൻ വരുന്നേ. നമ്മുടെ റെസ്റ്റോറൻറ്റിലൊന്നും പോയി കഴിച്ചിട്ടില്ലയോ? പിന്നെ അപ്പോൾ ഒരാൾ വരുമല്ലേ, വന്നിട്ട് പറഞ്ഞ് ഞാൻ എൻ്റെ പേര് ഇതാണ്, എന്താ ചെയ്യേണ്ടത്, എന്ത് വേണമെങ്കിലും ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞാൽ നിൽക്കുന്ന പുള്ളി. ഹീ ഈസ് വെയിറ്റിംഗ് ഓൺ യു. അപ്പോൾ നമ്മൾ ഓർഡർ കൊടുക്കും, എല്ലാം കൊടുത്ത ശേഷം
സ്റ്റേക്കാണെന്നിരിക്കട്ടെ കൊടുത്തത്. അപ്പോൾ അത് ഈ പുള്ളിയാണോ ഉണ്ടാക്കുന്നത്? ഈ പുള്ളി വെയിറ്റ് ചെയ്യുന്നതല്ലേ ഉള്ളൂ, ഈ പുള്ളി കൊണ്ട് തരുന്നതല്ലേ ഉള്ളൂ. നമ്മൾ ഓർഡർ കൊടുത്ത് കുറേ നേരം കഴിയുമ്പോഴത്തേന്നെ ഇവൻ സാധനം കൊണ്ട് വരും അല്ലേ. വഴിക്ക് വെച്ച് ഇവൻ എന്ത് ഉപ്പിടുന്നുണ്ടോ, സോസ് ഒഴിക്കുന്നുണ്ടോ? നോ. ദ ഓൺലി responsibility he has is take the order, present it to to kitchen and bring the cooked meal. ഈ മനുഷ്യന് മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള അവകാശമില്ല. അടുത്ത ദിവസം അവൻ്റെ പണി പോവും. ഇതുപോലെ ഇത് കുക്ക്ഡാ. ഇത് പ്രസൻറ്റ് ചെയ്യാൻ മാത്രമേ പ്രസംഗർക്ക് അധികാരമുള്ളൂ. ഇതിനകത്ത് ഉപ്പിടാനും ഇച്ചിരി പുളി ചേർക്കാനും ഒന്നും അവകാശമില്ല. ഇറ്റ്സ് ഓൾറെഡി കുക്ക്ഡ്. ഇതിന് പവറുണ്ട്. ഇത് ചെറിയ ഒരു കഥാപുസ്തകമായി ഇത് ലാഘവത്തോടെ വായിക്കരുത്, അങ്ങനെ പ്രസംഗിക്കുകയും അരുത്. ഇറ്റ് ഹാസ് ദ പവർ ടു ട്രാൻസ്ഫോം ലൈഫ്സ്. നിത്യനരകത്തിന് യോഗ്യനായ ഒരുവനെ, എളിവനെ, എന്നെ വിടുവിച്ചത് ഈ ദൈവവചനമാ. ഇതിനകത്ത് വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, ഈ വചനത്തിൻ്റെ ശക്തി നമ്മെ രൂപാന്തരപ്പെടുത്തും. നമ്മളെ അനുദിനം രൂപാന്തരപ്പെടുത്തുന്ന ഈ ശക്തി തന്നെയാണ്. ഹല്ലേലൂയ. ഈ വചനത്തെ നാം സ്നേഹിക്കണം, ഈ വചനത്തെ നാം ബഹുമാനിക്കണം, ഈ വചനത്തെ നാം നെഞ്ചോട് ചേർത്ത് നിർത്തണം. ഇത് നമ്മുടെ ഉള്ളിൽ സംഗ്രഹിക്കണം. ഒരു വേള ഈ രാജ്യത്ത് ഒരുമിച്ച് കൂടുവാൻ സാധിച്ചില്ലെങ്കിലും ഈ തിരുവഴുത്തിൽ വ്യാപരിക്കുന്ന ശക്തി നമ്മെ വിശ്വാസത്തിൽ നിലനിർത്തുന്നതാ. ഹല്ലേലൂയ. അതുകൊണ്ടല്ലേ പാപത്തിൽ നമ്മെ രക്ഷിക്കുന്നത് ഈ ദൈവവചനം. 119 സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഞാൻ പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ എൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു. ഹാവ് ഹിഡൻ യുവർ വേർഡ്സ് സോ ദാറ്റ് ഐ മേ നോട്ട് സിൻ അഗൻസ്റ്റ് യു. നിന്റെ വാക്കുകളെ എൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുക. കാരണം അതല്ലേ യോസഫ് പഴയ നിയമകാലത്താ ഭക്തനായൊരു മനുഷ്യനാ. പാപത്തിൻ്റെ ആ ടെംപ്റ്റേഷൻ വന്നപ്പോൾ താൻ പറഞ്ഞെന്താ അറിയാമോ? ദൈവത്തോട്, ഒരു ദൈവം ഇതെല്ലാം ഇങ്ങനെ കാണുന്നുണ്ട്. അവിടെ ക്യാമറയൊന്നുമില്ല. ഇപ്പോഴാണ് എല്ലായിടത്തും ക്യാമറയാണ്. ഇവിടെ ക്യാമറയില്ല, ഒന്നുമില്ല. പക്ഷെ ദൈവത്തിൻ്റെ ദൃഷ്ടി ഉണ്ടെന്നറിയാം. ഊടാടിക്കൊണ്ടിരിക്കുന്ന ദൃഷ്ടി ആ റൂമിലും ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ഇത് തിരുവെഴുത്ത് നമ്മുടെ ഉള്ളിലാണ്. ഒരു പ്രതികരണം ചെയ്യാൻ വരുമ്പോൾ, പ്രോംപ്റ്റ് ചെയ്യുമ്പോൾ, ടെംപ്റ്റ് ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഹേമിക്കും. യു ആർ എ ചൈൽഡ് ഓഫ് ഗാഡ്. ഐ ഹാവ് ബോട്ട് യു വിത്ത് എ പ്രൈസ്. ഞാൻ നിന്നെ ഒരു വില കൊടുത്ത് മേടിച്ചത്. എന്ത് വിലയാ? എൻ്റെ പുത്രൻ്റെ രക്തം. ഹല്ലേലൂയ. അപ്പോൾ ഒരു പാപിക്ക് ദൈവവചനത്തിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിലൂടെ മാത്രമേ സമർപ്പിക്കപ്പെടുവാൻ കഴിയുകയുള്ളൂ. ഇവർ പറഞ്ഞ സുവിശേഷത്തിനകത്ത് ആ ശക്തി ഉണ്ടായിരുന്നു. ആ ശക്തിയാണ് ഇവരെ വെറും വാക്കുകളായിട്ടല്ല രൂപാന്തരപ്പെടുത്തിയ ശക്തിയാണ്. അതാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്നത്. ഞങ്ങൾ പറഞ്ഞ സുവിശേഷം വെറും വാക്കുകളായിട്ടല്ല, അത് ശക്തിയോടെ, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം എപ്പോഴാണ് നടക്കുന്നത്? സുവിശേഷം കേൾക്കുമ്പോൾ മരിച്ചു കിടക്കുന്ന ആത്മാവിനെ പുനരുജ്ജീവിപ്പിക്കുന്ന പ്രവൃത്തിയാണ്, റീജനറേഷൻ എന്നുള്ള പ്രവൃത്തിയാണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയം. ഇത് ആരുടെ നിശ്ചയത്തിൻ്റെ കാര്യമാണ്? ഇത് ഈ പറയുന്നവരുടെ നിശ്ചയത്തിൻ്റെ കാര്യമാണ്. ഐ എം വെരി ഷുവർ വാട്ട് എവർ ഐ സെഡ് ലാസ്റ്റ് 10 years, 10 വർഷമായി ഇവിടെ വന്നിട്ട്, നല്ല ഉറപ്പുണ്ട്. ധാർഷ്ട്യം പറയല്ല, നിങ്ങളെ നിത്യതയിലേക്ക് അടുപ്പിക്കുന്ന വചനം മാത്രമേ പറയാൻ ദൈവം അനുവദിച്ചിട്ടുള്ളൂ. അങ്ങനെ ഓരോ ദൈവദാസനും ഉറപ്പ് വേണം, നമുക്ക് ഉറപ്പ് വേണം. സുവിശേഷം പറയുമ്പോൾ ദിസ് ഈസ് ദ റൈറ്റ് ഗോസ്പൽ. അതുകൊണ്ടാണ് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അല്ല പിന്നെ അവരെന്തെങ്കിലും തിരിച്ചു പറയുമ്പോൾ നമ്മൾ പറയും, ഇതും കൂടെ ഒന്ന് കേക്ക്. നോ, ഇത് മാത്രമാണ്. ദിസ് ഈസ് ദ ഓൺലി വേ. കർത്താവ് അതല്ലേ പറഞ്ഞേ, ഇടുക്ക് വാതിലൂടെ അകത്ത് കടപ്പാൻ ശ്രമിപ്പീൻ, പോരാടുവീൻ, ശ്രമിപ്പീൻ. സൈഡിൽ വേറൊരു വാതിലുണ്ട്, അവിടെ പിന്നെ ശ്രമവും വേണ്ട, നേരെ കയറി പോയാൽ മതി. വിശാലമായ അവിടെ അനേകരുണ്ട്. പക്ഷെ ഇതിനൊരു പോരാട്ടം ആവശ്യമാണ്. കാരണം അറിയാമോ? ദിസ് ഈസ് ദ ഓൺലി വേ ടു ഇറ്റേണൽ ലൈഫ്. ഞാൻ തന്നെ വാതിലാകുന്നു എന്ന് പറഞ്ഞ കർത്താവാണ് പറഞ്ഞത്, ഈ വാതിലൂടെ അല്ലാതെ ആരും നിത്യജീവൻ കടക്കത്തില്ല. ഈ സുവിശേഷം മാത്രമാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. പഴയ നിയമത്തിൽ ഒരു ശമര്യ പട്ടണത്തിൽ ക്ഷാമം വന്നപ്പോഴേ
ഈ കുഷ്ഠരോഗികളായിട്ടുള്ളവർ 2 പേരല്ലേ, 2 പേര് പോയി എന്ത് ചെയ്തു? ഈ ഒരു കൂടാരത്തിൽ ചെന്നപ്പോൾ അവിടെ തിന്നും കുടിച്ച് അവരെല്ലാം സാധനങ്ങളെല്ലാം കൊണ്ട് ഒളിപ്പിച്ച് വെച്ചു. 2ാമത്തെ കൂടാരത്തിൽ ചെന്ന് ഇത് തന്നെ ചെയ്തു, സാധനങ്ങളെല്ലാം കൊണ്ട് ഒളിപ്പിച്ച് വെച്ചു, തിന്നും കുടിക്കുകയും ചെയ്തു. അപ്പോൾ അവരെന്താ പറഞ്ഞേ? ഈ പണി തുടർന്നാൽ നേരം വെളുക്കുന്നൊരു സമയമുണ്ട്. ഇതെല്ലായ്പ്പോഴും രാത്രിയാണെന്ന് പറഞ്ഞിരിക്കുന്നത്. നേരം വെളുക്കും, രാജാവിന് അറിവ് കിട്ടും, അന്നേരം നമ്മൾ കുറ്റക്കാരാവും. നേരം വെളുക്കാൻ പോവാ. ഈ സാധനം നമ്മുടെ തന്നേക്കുക. ഇത് എത്ര പേർക്ക് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? ഇതിന് പവറുണ്ട്. നമ്മളല്ല അതിന് പവർ വരുത്തുന്നേ. നമ്മളോട് പറഞ്ഞെങ്കിൽ ജസ്റ്റ് ഷെയർ ചെയ്യാനാ, ഏതെങ്കിലും മുഖാന്തരത്തിലൂടെ ഒരു ടെക്സ്റ്റെങ്കിലും അയച്ച് ഒരിക്കലെങ്കിലും നമ്മുടെ ബന്ധത്തിലുള്ളവരും നമ്മുടെ കൂട്ടുകാരായിട്ടുള്ളവർക്കും സുവിശേഷം ഷെയർ ചെയ്തേ മതിയാവുകയുള്ളൂ. അതിന് ആത്മഭാരം നമ്മുടെ ഉള്ളിൽ വേണം. ദൈവത്തോട് പ്രാർത്ഥിക്കാം, കർത്താവേ, ആത്മഭാരത്താൽ എൻ്റെ ഉള്ളം നിറയ്ക്കണമേ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കണം, പ്രവർത്തിക്കണം. സമയം അതിൻ്റെ അന്ത്യത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുക. യാക്കോബിൻ്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇതാ, ന്യായവിധി വാതിൽക്കൽ നിൽക്കുക. ന്യായാധിപതി വാതിൽക്കൽ നിൽക്കുന്ന ഒരാൾക്കകത്ത് കിടന്ന് എത്ര സമയം വേണം? തുറന്നകത്ത് കയറേണ്ട സമയമുള്ളൂ. അത്രയ്ക്കും അടുത്തിരിക്കുക. ഹല്ലേലൂയ. നമ്മുടെ ഉത്തരവാദിത്തത്തെ നമുക്ക് മനസ്സിലാക്കാം. കാരണം സുവിശേഷത്തിന് ശക്തിയുണ്ട്. ആ ശക്തി ഈ തെസ്സലോനിക്ക സഭയിലുള്ള ദൈവമക്കളെ, ഇപ്പോൾ ദൈവമക്കളായിരിക്കുന്നവരെ പണ്ട് രൂപാന്തരപ്പെടുത്തിയ ശക്തിയാണ്, ഇപ്പോഴും രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ശക്തിയാണ്. ഞങ്ങളുടെ സുവിശേഷം വചനമായിട്ട് മാത്രമല്ല, ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും ഇവർക്ക് they were sure about the gospel. ബഹുനിശ്ചയത്തോടും കൂടി ആയിരുന്നു നിങ്ങളുടെ അടുക്കൽ വന്നത്. നമുക്ക് സമയം മുന്നോട്ട് പോയല്ലോ. അങ്ങനെ മറ്റൊരു വിഷയം തുടങ്ങിക്കഴിഞ്ഞാൽ അതിപ്പോൾ നിർത്താൻ സാധിക്കില്ല. അതുകൊണ്ട് നമുക്ക് കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്തോത്രം. ഒരു കാലത്ത് ദൈവവുമായി യാതൊരു ബന്ധവുമില്ലാതിരുന്ന നമ്മെ, ഹല്ലേലൂയ, ഒരുപക്ഷെ ക്രിസ്തീയ കുടുംബത്തിലൊക്കെ ആയിരിക്കും നാം ജനിച്ചത്. ഭക്തരായ മാതാപിതാക്കൾ ആണ് നമുക്കുണ്ടായിരുന്നത്. അതല്ല, അനുകൂല സാഹചര്യങ്ങളായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ഒരു കാലത്ത് കർത്താവുമായി യാതൊരു ബന്ധവുമില്ലായിരുന്നു. നാം കർത്താവിനോട് ഒരു പക്ഷേ പ്രാർത്ഥിക്കുമായിരുന്നിരിക്കണം, ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരിക്കണം. പക്ഷേ നാം സമർപ്പിച്ച ഒരു ദിവസം ഉണ്ടല്ലോ, അന്നാണ് പരിശുദ്ധാത്മാവിന്റെ ഉള്ളിൽ പ്രവർത്തിച്ചത്. അങ്ങനെ ചെയ്യുവാൻ കാര്യം നാം ക്രിസ്തീയ ഭവനത്തിൽ ജനിച്ചുകൊണ്ടൊന്നുമല്ല, അനാദിയിൽ ക്രിസ്തുവിൽ നമ്മെ തിരഞ്ഞെടുത്തതുകൊണ്ടാണ്. കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. നമ്മെ തിരഞ്ഞെടുക്കുക മാത്രമല്ല, നമ്മെ മുന്നറിയുക മാത്രമല്ല, നമ്മെ മുൻ നിയമിച്ചു. എന്തിനു വേണ്ടിയാണ് നിയമിച്ചേ? അവിടുത്തെ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപമാകാൻ മുൻ നിയമിച്ചു. ദൈവത്തിൻ്റെ ആ സ്നേഹം എത്രയോ വലിയതാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ചെയ്ത പ്രവൃത്തിയുടെ ബലത്തിലല്ല നാം ദൈവസന്നിധിയിലായിരിക്കുന്നത്, ദൈവത്തിൻ്റെ കൃപയുടെ മഹത്വമാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കൃപയുടെ പ്രദർശനമാണ് നമ്മുടെ ജീവിതം. ഹല്ലേലൂയ. അവിടുന്ന് രക്ഷിക്കുക മാത്രമല്ല, അവിടെ നമ്മളെ വിശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുക. നമുക്കുള്ളിൽ ഒരു ബോധ്യം തന്നിട്ടുണ്ട്, ഞാൻ ഒരു നാളിൽ നിന്നെ തേജസ്കരിക്കും. ഹല്ലേലൂയ. ആ വാഗ്ദത്തം നമ്മുടെ ഉള്ളിലുണ്ട്. ഞാൻ എൻ്റെ പിതാവിന് മുമ്പിൽ ഞാൻ നിന്നെ നിർത്താം, ആനന്ദത്തോടെ, കളങ്കമില്ലാതെ, നിഷ്കളങ്കതയോടെ നിന്നെ നിർത്താം. ഹല്ലേലൂയ. എൻ്റെ കൈകളിലാണ് ഞാൻ നിന്നെ വഹിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. എൻ്റെ കൈകളിൽ നിന്ന് പിടിച്ചുറപ്പാൻ ഒരു ശക്തിക്കും കഴിയില്ല. പിതാവിൻ്റെ കൈകളിൽ നിന്ന് പിടിച്ചുറപ്പാൻ ഒരു ശക്തിക്കും കഴിയില്ല. എത്രയോ ഉറപ്പുകളാണ് ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്നത്. ഇന്ന് രാത്രിയിലും ആ രക്ഷാനുഭവത്തിലേക്ക് വരുവാൻ ദൈവം നമ്മെ സഹായിച്ചു. എന്നാൽ നമ്മുടെ ഉത്തരവാദിത്വം നാം മറക്കരുത്. നമ്മുടെ കൂട്ടുകാരായിട്ടുള്ളവർ, നമ്മുടെ ബന്ധുക്കളായിട്ടുള്ളവർ ഒക്കെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. നാം കാണുന്നവർ എത്രയോ പേര് കർത്താവിനെ അറിയാത്തതായി, അവർ നിത്യം മരണത്തിലേക്കാണ് ഓരോ ദിവസം നടക്കുന്നത്. അവരെക്കുറിച്ചുള്ള ആത്മഭാരത്താൽ നമ്മുടെ ഉള്ളം നിറയട്ടെ. നമ്മെ തന്നെ ദിവസങ്ങളിൽ സമർപ്പിക്കാം. ഒരു സമർപ്പണത്തിലേക്ക് നമുക്ക് വരാം. കർത്താവെ, ഞങ്ങളെ രക്ഷിച്ചു, ഞങ്ങളെ വീണ്ടെടുത്തു, ഞങ്ങളെ ഞങ്ങളുടെ മക്കളാക്കി. എന്നാൽ ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ഞങ്ങൾ മറക്കുന്നില്ല. ആത്മഭാരത്താൽ ഞങ്ങളുടെ ഉള്ളത്തിൽ നിറച്ച് ഈ ദിവസങ്ങളിൽ മുഖാന്തരത്തിലൂടെ ചിലരിലേക്ക് അങ്ങയുടെ സത്യസുവിശേഷം അത് ബോൾഡായിട്ട് പറയുവാൻ തക്കോണ ദൈവകൃപ, പരിശുദ്ധാത്മാവിൻ്റെ ശാക്തീകരണം ഞങ്ങൾക്ക് ആവശ്യമാണ് കർത്താവേ. ആത്മനിറവ് ഞങ്ങൾക്ക് ആവശ്യമാണ് കർത്താവേ. ഞങ്ങൾ തന്നെ ആത്മനിറവിൽ ഞങ്ങൾ പറയുന്ന വചനം അത് മറ്റുള്ളവരുടെ ഹൃദയത്തിൽ പതിയേണ്ടതിന് അങ്ങയുടെ ആത്മാവ് പ്രവർത്തിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
ഇന്ന് രാത്രി നൽകി തന്ന നല്ല കൂട്ടായ്മയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വിവിധ സ്ഥലങ്ങളിലായി ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ശാരീരിക വ്യഥയാൽ ഭാരപ്പെടുന്നവർക്ക് പൂർണ്ണ സൗഖ്യം എൻ്റെ കർത്താവ് കൽപ്പിക്കണമേ. നാളെ രാവിലെ അങ്ങയുടെ വരവ് താമസിച്ചാൽ അങ്ങയുടെ സന്നിധിയിൽ കടന്നു വന്ന് വീണ്ടും അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ, അങ്ങയുടെ സന്നിധിയിൽ യാഗമായി ഞങ്ങളെ തന്നെ സമർപ്പിപ്പാൻ, അങ്ങയ്ക്ക് പ്രസാദകരമായ ഒരു ആരാധന അർപ്പിപ്പാൻ ഞങ്ങളെ സഹായിക്കേണ്ടതിന് ഞങ്ങളങ്ങോട്ട് അപേക്ഷിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഞങ്ങൾ കടന്നു പോകുന്നു. തിരുസാന്നിധ്യത്തിന് പറയലും മറയ്ക്കണം. പ്രാർത്ഥകരുടെ സ്തോത്രം യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ. ഇന്ന് രാത്രിയിൽ കർത്താവ് നമ്മുടെ ഹൃദയമായി സംസാരിച്ചെങ്കിൽ കർത്താവിനൊന്ന് നന്ദി പറഞ്ഞാട്ട്. ഹല്ലേലൂയ. പ്രിയ ദൈവത്തിൻ്റെ സ്നേഹവും കൃപയും കൂട്ടായ്മയും കാവലും നമ്മോട് നാം പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും ദൈവസഭയിലെ ഓരോ കുടുംബങ്ങളോടും ലോകമ്പാടുള്ള വിശുദ്ധന്മാരോടും കൂടെ ഇന്ന് വന്നേക്കും കർത്താവിൻ്റെ രണ്ടാമരോളം ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. അർക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവ് യേശുവേ വേഗം വരണമേ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.